കഴിഞ്ഞ വീഡിയോയിൽ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് സമ്പത്തും ആരോഗ്യവും എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് നാം സംസാരിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ പ്രണയത്തെയും സ്നേഹത്തെയും നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളെയും സാമൂഹികമായ അംഗീകാരത്തെയുമെല്ലാം ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ആസ്വദിക്കാം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികം വൈകിക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ദാമ്പത്യം? സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു രൂപമാണ് ദാമ്പത്യം. പ്രണയം ആ ദാമ്പത്യത്തിന് വർണ്ണപ്പകിട്ടുള്ള ഒരു അരങ്ങൊരുക്കി കൊടുക്കുന്നു. പ്രണയത്തിന്റെ അഭാവത്തിൽ ദാമ്പത്യത്തിന് ഒട്ടും മധുരമുണ്ടാകില്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രണയമുണ്ടെങ്കിലോ? പ്രണയമുള്ള ദമ്പതികൾക്ക് ഇണക്കം, പിണക്കം, കോപം, പരിഭവം, അകൽച്ച, തെറ്റിദ്ധാരണകൾ, ദുഃഖം, നഷ്ടബോധം എന്നിങ്ങനെ നിരവധി ഉയർച്ച താഴ്ചകൾ തങ്ങളുടെ ജീവിതത്തിൽ മാറി മാറി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും തളർത്തുന്ന ദുരന്താനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എവിടെയാണ് പ്രണയം എന്ന് അവർ നിരാശപ്പെടാം. ജീവിതത്തിൽ ഒരിക്കലും പ്രണയം അനുഭവിച്ചിട്ടില്ലെന്നും അത് വെറും സാങ്കല്പികമായ ഒന്നാണെന്നും അവർ വേവലാതിപ്പെടുന്നു. എന്നാൽ ലോകത്ത് സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് വാസ്തവം. നമ്മുടെ ദാമ്പത്യങ്ങളിൽ പരിശുദ്ധമായ സ്നേഹത്തിന്റെ സ്ഥാനം എന്താണ്? സ്നേഹം എന്ന ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ എന്ന ഭാവത്തിന്റെ, അഹങ്കാരത്തിന്റെ ഇടുങ്ങിയ ഇടങ്ങളിൽ നിന്ന് മനുഷ്യനെ പുറത്തെ വിശാലതയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത്. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് നേരെ വിപരീതമാണ് സ്നേഹത്തിന്റെ ഗതി. യഥാർത്ഥ സ്നേഹം ഒഴുകുന്നത് അന്യരുടെ ആഗ്രഹങ്ങളിലേക്കും സന്തോഷങ്ങളിലേക്കും നന്മയിലേക്കുമൊക്കെ ആയിരിക്കും. സ്നേഹിക്കപ്പെടുന്നവരുടെ മൂല്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കലാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ ആധാരം. യഥാർത്ഥ സ്നേഹം ഇല്ലാത്തിടത്താണ് പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും തങ്ങളുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അങ്ങനെ യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിലോ തങ്ങളുടെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയില്ല എന്നുറപ്പാണ്. അന്യോന്യം സേവിക്കുകയും സഹായിക്കുകയുമാണ് അവർ ചെയ്യുക. എന്താണ് സ്നേഹവും പ്രണയവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? സ്നേഹം എന്നത് പുറത്തേക്കും പ്രണയമെന്നത് തന്നിലേക്ക് തന്നെയും ഒഴുകുന്നു എന്നതാണ് ആ വ്യത്യാസം. ഒന്ന് സ്നേഹിക്കുന്നതിലൂടെ കൂടെ ആനന്ദം കണ്ടെത്തുകയാണ്, മറ്റേത് ആനന്ദിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നുവെന്ന് ഭാവിക്കുകയാണ്. പ്രണയിനിയുടെ മനസ്സ് തന്റെ സൗന്ദര്യം, ആകാരം, ഇഷ്ടങ്ങൾ, ആസ്വാദനങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. കൂടുതൽ വിശകലനം ചെയ്താൽ അത് തന്നോട് തന്നെയുള്ള തീവ്ര വികാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ സ്വന്തം ആഗ്രഹപൂർത്തിയും സന്തോഷവും മാത്രമാണ് ലക്ഷ്യം. അങ്ങനെയാകുന്നതോടുകൂടെ നമ്മൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ തീവ്രത കുറയുന്നു. പകരം മടുപ്പും അകൽച്ചയുമാണ് ഉണ്ടാകുന്നത്. പ്രണയത്തിന്റെ അസ്തമയമാണ് ആ ഒരു സന്ദർഭം. വിവാഹത്തോടുകൂടെ പ്രണയം അവസാനിച്ചു എന്ന പരാതിയുടെ സാഹചര്യം തന്നെ ഇതാണ്. ശുദ്ധമായ സ്നേഹത്തിന്റെ ലക്ഷ്യം ഒരിക്കലും അവസാനിക്കുകയില്ല. അന്യരുടെ ഇഷ്ടങ്ങളും സന്തോഷവും തേടിക്കൊണ്ടിരിക്കുകയായിരിക്കും ശുദ്ധമായ സ്നേഹം. ഇരു കരകളെയും ആർദ്രമാക്കി ഒഴുകുന്ന അരുവി പോലെ അത് വളരെ പ്രസന്നമായി തന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. സുസ്ഥിരമായ ഒരു സ്നേഹത്തിന്റെ മാതൃകയാണ് വിജയകരമായ ഭാര്യാഭർത്തൃ ബന്ധം. പ്രണയം താൽക്കാലിക ആവേശത്തിന് ശേഷം ഒടുങ്ങുന്ന സമയത്ത് പരസ്പരം സുഹൃത്തുക്കളെ പോലെ കരുതുന്നവർ അവസാനം വരെ തമ്മിൽ സ്നേഹിക്കപ്പെടുന്നു. മറ്റേയാളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടത് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം നൽകുന്നതിലൂടെ സ്നേഹം പകരുകയാണ് ചെയ്യുന്നത്. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ വളരെയധികം ആനന്ദകരമാണ് സ്നേഹിക്കുക എന്നത്. സ്നേഹം ദൈവീകമായൊരു കാര്യമാണ്. ശാരീരികാകർഷണത്താൽ ആരംഭിക്കുന്ന പല പ്രണയബന്ധങ്ങളും ആത്മബന്ധങ്ങളായി പിന്നീട് മാറുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. നമ്മുടെ ബയോ കെമിസ്ട്രിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക രസതന്ത്രമാണ് പ്രണയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പ്രണയബദ്ധരാകുന്ന സമയത്ത് ചില രാസപദാർത്ഥങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കമിതാക്കൾ കൂടുതലും ഒരു സാങ്കല്പിക ലോകത്തിലെ അഭിനിവേശത്തിൽ ആയിരിക്കുന്നത്. ക്രമേണ കമിതാക്കൾക്ക് പരസ്പരമുള്ള ശാരീരികമായ ആകർഷണം കുറയുന്ന സമയത്ത് ഈ ന്യൂറോ കെമിക്കലുകളുടെ ഉൽപാദനവും കുറയുന്നു. അതോടെ അവർ തമ്മിലുള്ള യാഥാർത്ഥ്യത്തിന്റെ ലോകത്തേക്ക് അവർ മടങ്ങുന്നു. സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുകയും വേണമെന്നത് പ്രധാനമായ കാര്യമാണ്. സ്നേഹത്തെ ഒരിക്കലും തന്നെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കരുത്. അടുത്ത നിമിഷം ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ദാമ്പത്യം എന്നത് ഒരു കരാറാണ്. ഈ വ്യക്തി തന്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാവുമെന്ന് മറ്റേ വ്യക്തി പുലർത്തുന്ന വിശ്വാസത്തിലൂന്നിയ കരാർ. ഈ കരാറിലൂടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും കൈമാറാമെന്ന് ഇരു കൂട്ടരും ചിന്തിക്കുകയാണ് ദാമ്പത്യത്തിലൂടെ.
ഓരോ നിമിഷവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വൈകാരികാവസ്ഥയാണ് ഇത്. കരാർ അടുപ്പമായി വളരുന്നതോടുകൂടെ ഒന്നിച്ചിരുന്ന് ജീവിതം നെയ്തെടുക്കുന്നതും ഇരുവരും സ്വപ്നം കാണാൻ തുടങ്ങും. അതോടെയാണ് ദാമ്പത്യം വളരെയധികം സന്തോഷപൂർണമായ ഒന്നായി മാറുന്നത്. കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പകഷ്ണമാണ് നല്ലത് എന്ന് ബൈബിളിൽ പറയുന്നത് ഓർക്കുക. സംഘർഷഭരിതമായ ഒരു ദാമ്പത്യത്തെ ഒരു മതവും അംഗീകരിക്കുന്നില്ല, ആധുനിക ശാസ്ത്രവും അംഗീകരിക്കുന്നില്ല. ഇനി ദാമ്പത്യത്തെ വിട്ടുകൊണ്ട് സാമൂഹിക അംഗീകാരത്തിലേക്ക് നമുക്ക് കടക്കാം. സമൂഹത്തിൽ അംഗീകാരം കിട്ടാൻ വളരെയധികം ആഗ്രഹമുള്ളവരായിരിക്കും നമ്മിൽ പലരും. മറ്റുള്ളവരെ വിലയിരുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർ സ്വയം വിലയിരുത്തപ്പെടുകയാണെന്ന് അവരറിയുന്നില്ല. വിലയിരുത്താനും കുറ്റപ്പെടുത്താനും നിങ്ങൾ ചിന്തിച്ചേ മതിയാകും. ചിന്തകളാണ് നമ്മെ സൃഷ്ടിക്കുന്നത് എന്ന സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ, ആ വെളിച്ചത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ വിലയിരുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് അതിന് രണ്ടിനും നിങ്ങളും വിധേയനാവുകയാണ് എന്നർത്ഥം. ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനും ഈ രണ്ട് കാര്യങ്ങൾക്കും വിധേയനാവുന്നു. മറ്റുള്ളവരെ നിരുപാധികമായി സ്നേഹിക്കാനും അവരുടെ തെറ്റുകുറ്റങ്ങൾക്ക് സ്നേഹപൂർവ്വം മാപ്പ് കൊടുക്കാനും കഴിയുന്ന സമയത്ത് നമ്മുടെ സാമൂഹിക ബന്ധം മെച്ചപ്പെടുകയാണ്. അതിലൂടെയാണ് നമ്മുടെ സാമൂഹികമായ അംഗീകാരം വർദ്ധിക്കുന്നത്. നിരുപാധികമായി മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരുടെ തെറ്റുകുറ്റങ്ങൾക്ക് വളരെയധികം സ്നേഹപൂർവ്വം മാപ്പ് കൊടുക്കുക. മറ്റുള്ളവരിലുള്ള തിന്മകളെ കണ്ടെത്തുന്നതിന് പകരം മറ്റുള്ളവരിലെ നന്മകളെ കണ്ടെത്താൻ ശ്രമിക്കുക. ആ നന്മകളെ മാത്രം പറയുക. ജീവിതത്തിൽ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. തീർച്ചയായും സാമൂഹികമായ അംഗീകാരം നമുക്ക് വന്നു ചേരുമെന്ന് ഉറപ്പാണ്. നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മുടെ ചിന്തകളെ രേഖപ്പെടുത്തുന്ന ഒരു റെക്കോർഡിംഗ് മെഷീനായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ചിന്തകളും ഉപബോധ മനസ്സിൽ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും എന്തൊക്കെ ചിന്തിക്കുന്നുവോ അവ അത്രയും തന്നെ നിങ്ങളുടെ മനസ്സിൽ ശക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. മോശപ്പെട്ട രീതിയിൽ എന്ത് ചിന്തിച്ചാലും നല്ലതായ രീതിയിൽ എന്ത് ചിന്തിച്ചാലും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ അത് രേഖപ്പെടുത്തപ്പെടുന്നു. അത് പിന്നീട് നിങ്ങളുടെ മനോനിലയെ ബാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നല്ല രീതിയിൽ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ സുന്ദരനാണ്, സുന്ദരിയാണ്, മറ്റുള്ളവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും എന്നിങ്ങനെ നിങ്ങൾ ആത്മവിശ്വാസത്തോട് ചിന്തിക്കുന്ന സമയത്ത് ആ പോസിറ്റീവ് ചിന്തകൾ അത്രയും തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ന റെക്കോർഡിംഗ് മെഷീൻ റെക്കോർഡ് ചെയ്യുന്നു. എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും നന്മ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഇത് തന്നെയാണ്. ദുഷിച്ചതായ ഒരു വാക്കോ ഒരു ചിന്തയോ നമ്മിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത്രയും നെഗറ്റീവ് എനർജിയെ നാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആകർഷണം ചെയ്തു. നേരെ തിരിച്ച് നല്ലതായ വാക്കുകളോ നല്ല നല്ല ചിന്തകളോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും തന്നെ പോസിറ്റീവ് എനർജിയെയും നാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ആകർഷണം ചെയ്യുന്നു. നിരുപാധികമായി മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും സാമൂഹികമായ അംഗീകാരവും സ്നേഹവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോക്ക് വിരാമം കുറിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും മറിച്ചുള്ളവർ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക്